ഹായ് മോരച്ചന്മാരെ, ഗുഡ് മോർണിംഗ്. എന്നാണ്ട് പിന്നെ എന്നാണ്ട് പിന്നെ എന്നാണ്ട് പിന്നെ എന്നാണ്ട് പിന്നെ എന്നാണ്ട് പിന്നെ എന്നാണ്ട് പിന്നെ വിശേഷം? ഹോയ് ഹായ് 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 ഹായ്, ഒരു ഹായ് പറഞ്ഞേടാ. ഹായ് ഹായ്, ഒരു ഹായ് പറഞ്ഞേ. പിന്നെ അവന്മാർക്ക് തന്നെ അറിയാം. പിന്നെ ഇതന്നെ ഉണ്ണിയുടെ ഈ എന്നാ കോവലെ കോവയ്ക്ക ഉണ്ടാകാത്ത ഉണ്ണീസേ, വളയില്ലാതെ പോയതിൻ്റെ ആണോ? ആ, നിങ്ങൾ ഭയങ്കര പണിയാണല്ലോ. ഒന്ന് ആരോഗ്യ ഈ കാന്താരിയെ മുളക് കൊണ്ടെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ എന്നാ ചെയ്യുവന്നേ? ഇടാമേ ഇടാമേ. വെള്ളം നിൽക്കണമെന്നോ? എന്നാ വളം നിങ്ങൾ ഇടുന്നേ? അതാ ചേച്ചി ഈ മാർഗത്തെ തന്ന ചേച്ചി തന്നു. ബയോഡൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അല്ല ഉണ്ടാവോ അതോ കരിഞ്ഞു പോവോ? ഉത്തരവാദി അമ്മയാട്ടോ. കരിഞ്ഞു പോവാന്ന് ചില ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് വെച്ച പോലെയൊക്കെ തന്നെ, ചില കൊഴിഞ്ഞതല്ലാതെ കൂടിയില്ല. നാളെ ഞാൻ ചെത്തിയതായി. ഇതന്നെ വളയിട്ടിട്ട് എന്നേലും ചകിരി ഇടാനാണ് ചകിരി കൊണ്ട് വെച്ചേക്കുന്നത്. മഴക്കാലമാണ്, പിന്നെ എന്നെ ഉപദേശിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നാളെ വെച്ചിട്ടുണ്ട് എവിടെ വരെ പോകണം, പശുവിൻ്റെ അടുത്ത് പോകണം. അത് പിന്നെ ചെയ്യാം. മുഴുക ചാണകം മുഴുവൻ മഴ പെയ്ത് മൊയിലിൻ്റെ ചാണകം എടുത്തത് അത് രാവിലെ അപ്പുറം വഴുതനയ്ക്കകത്ത് കൊണ്ടിട്ട്. മതി ഉണ്ണീസ, അല്ലെങ്കിൽ ചോട് വിട്ട് പോരുമില്ലേ? ഒരു കൈ ഇട്ടാൽ മതി. കത്രിക അവിടെ കൊണ്ട് കത്രി കത്രിക വീടിൻ്റെ മിന്നെ ഉണ്ട്. ആ, നിങ്ങൾ കത്തി കൊണ്ടുണ്ട്, കത്തി കൊണ്ടുണ്ട്. വഴുതനങ്ങ അവർ പറയുന്നത് മാവ് എല്ലാത്തിനും ഇതിടാന്ന് പറയും. നമ്മുടെ തക്കാളി തോട്ടത്തിൽ ഇടാം, ക്യാരറ്റ് പിന്നെ മതി മതി മനുഷ്യ, ക്യാരറ്റ് തോട്ടത്തിലിടാം, നെല്ലിന് വരെ ഇടാമെന്നാ ചേച്ചി പറഞ്ഞു തന്നാൾ കൊണ്ടുവന്നപ്പോൾ. അകത്തി കയറിക്ക്. ഹൈടെക് ഉണ്ണി പറിക്കാൻ ആണ്ട പച്ചവത്തും പറിച്ചോണ്ട് വരും. മകൻ ഉണക്കം പെറുക്കിക്കൊണ്ട് വന്ന്, അമ്മ പച്ചയും പെറുക്കിക്കൊണ്ട് വന്ന്. കൊള്ളാം. ആ ചേച്ചി പറഞ്ഞാണോ? ചേച്ചി എവിടെ നിന്ന് വന്നേ അമ്മേ? ആ ചേച്ചി എന്നോടന്ന് വന്നപ്പോൾ തിരുവല്ല എന്നാ വന്നത്. നമ്മളിത് മേടിച്ചത്
എല്ലാം നടക്കും. അത് തിരിച്ചിട്. അഞ്ഞിട്ട് ഇതിൻ്റെ പക്കത്തിൽ മണ്ണിടുവോ? നല്ല നിൽക്കുള്ളൂ. ആ എൻ്റെ ചെടി കളയില്ല കേട്ടോ. നാളെ ഇവര് പറഞ്ഞിട്ടുണ്ട് 600 ഇല വേണം. ഉണ്ണീസെ കളിയാക്കരുത് കേട്ടോ. ഇവൻസുകാർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ മനുഷ്യൻ നിങ്ങൾ മണ്ണിടുന്നേ? നിന്റെ ഇവൻസുകാർ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു ദിവസം വലിയ കർഷകയാകും. അതുകൂടി ഇന്ന് വെച്ച് കൊള്ളാം. എൻ്റെ ചെടി കൂടി ഇടാവോ? ഏതാതിനോ? ആ, എല്ലാ ചോടും വകഞ്ഞിട്ട് വേണം ഇടാൻ. മതി എൻ്റെ ഉണ്ണിയെ, അത്തപ്പൂ മാതിരിയായി. ഓണമൊക്കെ അല്ലേ വരുന്നിരിക്കട്ടെ. ഈ വളം ഇതിനകത്തേക്ക് വെള്ളം കയറണേ തന്നെ വേണമല്ലോ 3-4 ദിവസം. അവിടെ കെട്ടിക്കിടന്നോടെ ഇച്ചിരി വെള്ളം കയറി കഴിഞ്ഞാൽ അതല്ലേ ഈ ചകിരിയുടെ ഒരു പ്രത്യേകതയാണ്. അതെന്നാ ഈ സൈഡില്ല. നീ എൻ്റെ പൊക്കത്തിൽ കൂടെ മണ്ണിടണോ? അതിന് മണ്ണിടാനില്ലല്ലോ, നിങ്ങൾ ചവിട്ടി എൻ്റെ ചെടിയൊക്കെ കൊള്ളിക്കല്ലേ? സാധനം പുറത്തോട്ട് പോകാതെ ഒന്ന് അത് ഇത് കൂട്ടോ കയ്യാലെയാ. ഞാൻ വെച്ചപ്പോൾ ഇച്ചിരി കയറ്റി വെച്ചാൽ മതി. ഉണ്ണിയും നാരൊക്കെ പോവും. ഉണ്ണീസേ ചീനിക്ക് ഇടുവാണോ? എല്ലാം എനിക്ക് മാവ് പ്ലാവ്. എന്നിട്ട് അമ്മച്ചി പറഞ്ഞില്ലേ, നിങ്ങളല്ലേ പറഞ്ഞ ചീനിയുടെ ഇത് പറിച്ചിട്ട് വേണം, മുളക് പറിച്ചിട്ട് വേണം. അതിന് ശേഷമോ? അതിന് ആരെങ്കിലും വിളിച്ചതാണോ? ഇതിൻ്റെ ചോറ് ഇളക്കിയിരുന്നു, അല്ലെങ്കിൽ മുൻപോട്ടായി നമ്മുടെ മുൻകാട്ട ഇതുവരെ. എൻ്റെ പൊന്നെ ചീനി ഇങ്ങനെ വലിച്ചു പറിച്ചിട്ടുണ്ടോ ചീനി പോവും. അതിൻ്റെ ചൂട് ഇളകിപ്പോയി മഴ പെയ്തിട്ട്. ഇതിനന്നതേ ഇത് ചെയ്യുന്നില്ലേ? എന്നെ ചകിരി വെക്കുന്നില്ലേ? ഇതിനെന്നാത്തിനായ ആ എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചത്. മുളക് മറ്റേ മുളക് വെച്ചില്ലേ നമ്മുടെ കാന്താരി, കാന്താരിയുടെ ചൂട് മുതൽ ചകിരി അടിക്കുക വേനൽക്കാലത്ത് നനച്ചപ്പോൾ. ഇതിൻ്റെ കഴിഞ്ഞോ? പിന്നെ ഇതിൻ്റെ കഴിഞ്ഞില്ല. അടുത്ത ദിവസം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വാനം തിരിച്ച് മാന്തണം. അതിൻ്റെ വീടാണോ വാനം വന്ന്? അല്ല, ഇതിൻ്റെ ചൂട്